കണ്ണൂർ മുഴുപ്പിലങ്ങാട്ടെ ബി.ജെ.പി. പ്രവർത്തകൻ സൂരജിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി.എം. മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ, ടി.പി. വധക്കേസ് പ്രതി ടി.കെ. രജീഷ് അടക്കം 9 പേരാണ് കേസിലെ പ്രതികൾ. സൂരജ് വധക്കേസിൽ 9 പ്രതികളെയാണ് കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയത്. ടി.പി. വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ടി.കെ. രജീഷും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി.എം. മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണനും സൂരജിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതായും തെളിഞ്ഞു. ഇവരുൾപ്പെടെ 1 മുതൽ 6 വരെ പ്രതികളാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത്. 7 മുതൽ 9 വരെ പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞു. 11ാം പ്രതിയാണ് കൊല നടത്തിയവരെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ചത്. കുറ്റം തെളിഞ്ഞ സാഹചര്യത്തിൽ പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെ കോടതി വിധിക്കുമെന്നാണ് കരുതുന്നത്. നീണ്ട 20 വർഷത്തിനു ശേഷമാണ് സൂരജ് വധക്കേസിന്റെ ശിക്ഷ വിധിക്കുന്നത്. CPM വിട്ട് BJP-യിൽ ചേർന്നതിന്റെ വൈരാഗ്യത്തിലാണ് 2005 ആഗസ്റ്റ് 7-ന് രാവിലെ 8:40-ന് സൂരജിനെ CPM ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ജനം, കണ്ണൂർ. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എപ്പോഴത്തേക്കാണ് വിധി പ്രഖ്യാപനം ഉണ്ടാവുക? വീണ, തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഏതാണ്ട് 11 മണിയോടുകൂടി ഈ കേസിന്റെ വിധി പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കേസിലെ 9 പ്രതികളെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. ഇതിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി.എം. മനോജിന്റെ സഹോദരൻ പി.എം. മനോരാജ് നാരായണനും ഈ കേസിലെ പ്രധാന പ്രതിയാണ്. ഇയാൾ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ കേസിൽ 6 പേരാണ് സൂരജിനെ വടിവാളും മറ്റും ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത്. ആ 6 പ്രതികളിൽ 5ാമനാണ് ഈ പി.എം. മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ. അതുപോലെ തന്നെ ടി.പി. കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ടി.കെ. രജീഷ്, അയാളാണ് ഈ കേസിലെ 2ാം പ്രതി. അതായത് ടി.പി. കേസിൽ ഇയാൾ പിടിയിലായ സമയത്ത് നടത്തിയ കുറ്റസമ്മത മൊഴിയാണ് ടി.കെ. രജീഷിനെയും അതുപോലെ തന്നെ മനോരാജ് നാരായണനെയും ഈ കേസിലെ പ്രതിയാക്കിയതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ടി.കെ. രജീഷിനെ ഈ കൊലപാതകത്തിൽ മാത്രമല്ല മറ്റ് പല കൊലപാതകങ്ങളിലും അയാൾക്ക് പങ്കുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ ഈ ടി.പി. കേസിൽ ഇയാൾ പിടിയിലായ സമയത്താണ് നടത്തിയത്. ടി.കെ. രജീഷിനെ കൂടാതെ N.V. യോഗേഷ്, കെ. ഷംജിത്ത്, മനോരാജ് നാരായണൻ, സജീവൻ, പ്രഭാകരൻ, കെ.വി. പത്മനാഭൻ, പ്രദീപൻ, രാധാകൃഷ്ണൻ എന്നീ പ്രതികളാണ് കുറ്റക്കാരാണെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത്. 7 മുതൽ 9 വരെയുള്ള പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞു. ഒളിവിൽ താമസിക്കാൻ സഹായിച്ച ആളാണ് 11ാം പ്രതി. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ശിക്ഷ വരികയാണ്. പരമാവധി ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആളുകളെ തന്നെ പിന്തുണച്ചുകൊണ്ട് CPM ജില്ലാ നേതൃത്വം അടക്കം രംഗത്ത് വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. കാരണം സാധാരണഗതിയിൽ എന്താണോ CPM കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുടർന്ന ഒരു നയം, അത് ഈ കേസിന്റെ കാര്യത്തിലും തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആളുകളെ പോലും അവർ കുറ്റക്കാരാണെന്ന് അംഗീകരിക്കാൻ CPM നേതൃത്വം തയ്യാറാകുന്നില്ല. ഇവരെ ഈ കേസിൽ പെടുത്തിയതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത്. ഏതായാലും നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം ഈ കേസിൽ വിധി വരികയാണ്, ശിക്ഷാവിധി വരികയാണ്. പലതവണ വിചാരണ പല ഘട്ടത്തിൽ നിലച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒടുവിൽ വീണ്ടും ജീവൻ വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും 6 മാസത്തിലേറെ നീണ്ട വിചാരണ ഇന്ന് കഴിഞ്ഞ ദിവസം പൂർത്തിയായി. കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഏതായാലും ഇന്ന് കേസിലെ നിർണായക വിധി കോടതി പറയുകയാണ്. വീണ, ശരി മിഥുൻ.